ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന എൻ്റെ വീഡിയോ ചെമ്മീൻ വെച്ചിട്ടൊരു രുചികരമായ ഒരു കട്ട്ലറ്റാണ്. അതും വെള്ളക്കടല ചേർത്ത് കൊണ്ടുള്ള ഒരു കട്ട്ലറ്റ്. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും കേട്ടോ. നോമ്പ് തുറക്കുന്ന നേരത്ത് നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കൂ. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് 200 ഗ്രാം ചെമ്മീൻ കഴുകി ക്ലീൻ ചെയ്തെടുത്ത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പുരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി അത് പൊരിച്ചെടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ച് വെക്കാം കേട്ടോ. ഇനി നമുക്ക് മസാലകൾ തയ്യാറാക്കാനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പിലേക്ക് വെക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് നമുക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. എന്നിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. സവാള എല്ലാം നന്നായി വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, ഒരു 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് എല്ലാം കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വാടി ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ഒരു 2 സെക്കൻഡ് നേരം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ക്രഷ് ചെയ്തെടുത്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു 2 സെക്കൻഡ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു ക്യാരറ്റ് പുഴുങ്ങിയതും ഒരു ഉരുളൻകിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതും കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ഉടച്ചെടുത്ത ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഇതിലേക്ക് ചേർക്കാം. അതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളക്കടല പുഴുങ്ങി നന്നായി വെന്ത് വന്ന വെള്ളക്കടല അതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. വെള്ളക്കടല ഞാൻ ഉടക്കാതെയാണ് ചേർക്കുന്നത്. പക്ഷേ ഇതിലേക്ക് ഇട്ട ശേഷം നമുക്ക് ഈ പാനിൽ വെച്ച് തന്നെ ഉടച്ച് കൊടുക്കാം. എല്ലാതും ഇതിൽ തന്നെ കിടന്ന് നന്നായി ഉടഞ്ഞ് നല്ല വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാള വാടുമ്പോൾ നമ്മൾ ഉപ്പിട്ടത് കൊണ്ട് ഉപ്പ് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം ചൂടാറാൻ വെക്കാം. ഒരു ബൗളിൽ 2 കോഴിമുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 4 ബ്രെഡ് എടുത്ത് അതും പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടാറിയ നമ്മുടെ ചെമ്മീൻ മസാലയിൽ നിന്നും ഓരോ ഉരുളകളാക്കി നമുക്ക് എടുക്കാം. കൈ വെച്ച് ഇതുപോലെ ഓരോ ഉരുളകളെടുത്ത് നമുക്ക് കട്ട്ലറ്റിൻ്റെ പരുവത്തിൽ ഒന്ന് പരത്തിയെടുക്കാം. കണ്ടില്ലേ, ഞാനിത് ഉണ്ടാക്കുന്നത് പോലെ ഇതുപോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം. വളരെ രുചികരമായ ഒരു കട്ട്ലറ്റാണ്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടില്ലേ, ഇതുപോലെയാണ് കിട്ടുക. ഇനി നമുക്കിത് മുട്ടക്കൂട്ടിലേക്ക് മുക്കാം. എന്നിട്ട് നമുക്കിത് ബ്രെഡ് പൊടിയിലേക്ക് ഇടാം. ബ്രെഡ് പൊടിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് എല്ലാ സൈഡിലും ബ്രെഡ് പൊടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ വേണം ബ്രെഡ് പൊടിയിൽ ഇട്ട് കൊടുക്കാൻ. നന്നായി തന്നെ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ചെമ്മീൻ കൂട്ടിൽ നിന്നും അടുത്ത ഒരു ഉരുളയും എടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ക്യാമറയിൽ കുറച്ച് മാത്രമേ പതിയുന്നുള്ളൂ. നിങ്ങളത് മനസ്സിലാക്കിയിട്ട് എടുക്കണം. കണ്ടോ, ഇതുപോലെ നമ്മൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലെടുത്ത് ഇടത്തേ കൈകൊണ്ട് മുട്ടക്കൂട്ടിൽ മുക്കി വലത്ത് കൈകൊണ്ട് ബ്രെഡിലേക്ക് ഇട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡും 2-3 തവണ ഈ ബ്രെഡ് പൊടിയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് വേണം നമുക്കിതെടുക്കാൻ. വളരെ രുചികരമായ ഒരു ചെമ്മീൻ കട്ട്ലറ്റാണ്. ബീഫ് കട്ട്ലറ്റും ചിക്കൻ കട്ട്ലറ്റും കഴിക്കാത്തവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ കട്ട്ലറ്റ്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഓയിൽ വേണമെങ്കിൽ അതൊഴിച്ചു കൊടുക്കാം വറുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാം ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ.
നന്നായി ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ കട്ട്ലറ്റ് നമുക്ക് ഇതിലേക്കിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ഇതിൽ കൊള്ളുന്നത്രയും കട്ട്ലറ്റ് നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 2 സെക്കൻഡ് കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിത് കോരിയെടുത്ത് മാറ്റി വെക്കാം. ഇങ്ങനെ നമ്മുടെ എല്ലാ കട്ട്ലറ്റും നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ബീഫ് കട്ട്ലറ്റിനേക്കാളും ചിക്കൻ കട്ട്ലറ്റിനേക്കാളും വളരെ രുചികരമായ ഒരു വെറൈറ്റി കട്ട്ലറ്റാണിത്. നിങ്ങൾ ഈ നോമ്പ് തുറക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത്രയും കളറാവുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. കണ്ടോ, ഈ ബ്രൗൺ കളറിൽ ആയിരിക്കുമ്പോഴാണ് ഇതുപോലെ നമുക്ക് മാറ്റി കൊടുക്കേണ്ടത്. വളരെ രുചികരമായ ഈ ഒരു കട്ട്ലറ്റ് നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. ഇനി നമുക്കിതൊന്ന് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഓൾ എന്ന ഓപ്ഷൻ വരും. ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ.